വയനാട് സ്വദേശി ഹേമചന്ദ്രന്റേത് കൊലപാതകം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. ശരീരത്തിലെ കുത്തേറ്റത്തിന്റെയും മർദ്ദനത്തിന്റെയും പാടുകൾ കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ്. കുടുംബത്തിന്റെ DNA സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കും. മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടി തുടങ്ങി. കൊലപാതകത്തിന് ശേഷം സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം തമിഴ്നാട് നീലഗിരി ചേരമ്പാടി വനത്തിലെ ചതുപ്പിൽ നിന്നാണ് ഇന്നലെ പോലീസ് കണ്ടെടുത്തത്. പുലർച്ചെയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ചു. ശരീരത്തിൽ കത്തികൊണ്ട് കുത്തിയതും മർദ്ദനമേറ്റതിന്റെയും പാടുകളുണ്ടെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. DNA പരിശോധനകൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് മുഖ്യപ്രതി നൌഷാദിന്റെ ബീനാച്ചിയിലുള്ള പെൺസുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണെന്നാണ് പ്രതികളുടെ മൊഴി. 2 ദിവസം ക്രൂരമായി മർദ്ദിച്ചെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. വിദേശത്തുള്ള നൌഷാദിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങി. മൃതദേഹം ഒളിപ്പിക്കാനും കേസന്വേഷണം വഴിതെറ്റിക്കാനും ശ്രമിച്ച സുൽത്താൻ ബത്തേരി സ്വദേശികളായ ജ്യോതിഷ്, രാജേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് സൂചന. വനത്തിൽ മൃതദേഹം മറവ് ചെയ്തതിലടക്കം ദുരൂഹതയുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 20-നാണ് കോഴിക്കോട് നിന്ന് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയത്. ഇതിനു പിന്നാലെ ബീനാച്ചിയിൽ വെച്ച് മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് വനത്തിൽ മൃതദേഹം കുഴിച്ചിട്ടെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് മലയാളം, കോഴിക്കോട്.